നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വിദേശത്തേക്ക് ചേക്കേറുന്നത് എന്തിനാണ്? ഒരു ജോലി കിട്ടാത്തത് കൊണ്ട് മാത്രം ആണോ? സത്യം പറഞ്ഞാൽ അല്ല. നമ്മുടെ നാട്ടിലും നമുക്ക് ഒരുപാട് ജോലി കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ നമുക്ക് വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ശമ്പളം ലഭിക്കുന്നില്ല, നമ്മൾക്ക് ആവശ്യമുള്ള വരുമാനം ലഭിക്കുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് പലരും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. ശമ്പളം തന്നെയാണ് പ്രധാനം. അതുപോലെ തന്നെ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലെ ജോലി ഈസി ആയിരിക്കാം. അങ്ങനെയാണ് എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ നമുക്കറിയാമല്ലോ, വിദേശ രാജ്യങ്ങൾ ചേക്കേറുമ്പോൾ നമുക്ക് ചിലവും കൂടുതലായിരിക്കും, വരവ് കൂടുന്നതനുസരിച്ച് തന്നെ ചിലവും കൂടുതലായിരിക്കും. നമ്മൾ ഇന്ത്യയിലെ മണി വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യം യു കെയിലേക്കൊക്കെ വരുമ്പോൾ, ഞാൻ യു കെയുടെ കാര്യം വെച്ച് പറയാം, യു കെയിലേക്കൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഓരോ സാധനങ്ങളുടെ വില കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഞെട്ടും. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്, ഇപ്പോൾ കടയിൽ പോയി ഒരു ചായക്ക് 2 പൗണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് 200 രൂപ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അന്നേരം അത് പക്ഷേ നമ്മളന്നേരം ചിന്തിക്കുന്നില്ല, നമുക്ക് ഇവിടെ കിട്ടുന്ന സാലറിക്ക് ആനുപാതികമായിട്ടാണ് ആ ചായയുടെ വില എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ യു കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ചെലവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അവരുടെ സേവിങ്സ് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഞാനീ പറയുന്നത് ഹൈ എൻഡ് സാലറി ഉള്ളവരുടെ കാര്യമല്ല, ബേസിക് സാലറി ഒക്കെ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ചെലവ് ചുരുക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഈ ചെലവ് ചുരുക്കാനുള്ള മാർഗ്ഗങ്ങൾ എത്ര സാലറി കിട്ടുന്നവർക്കായാലും സെയിം ആണ്. കുറച്ച് പൈസ ഒന്ന് സേവ് ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് യു കെയിൽ വിവിധ രീതിയിൽ എങ്ങനെ നമുക്ക് ചെലവ് ചുരുക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് യു കെയിലെ പ്രധാനപ്പെട്ട ചെലവുകൾ, ആദ്യം നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ എങ്ങനെ കുറയ്ക്കാം എന്ന് നോക്കാം. നമുക്ക് ഒരു പ്രധാനപ്പെട്ട ബില്ലാണ് ഇലക്ട്രിസിറ്റി ബില്ല്. ഈ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് KSEB ആണ് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ ഫീസ് എല്ലാവർക്കും സെയിം തന്നെ ആയിരിക്കും. സെയിം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ യൂസേജ് അനുസരിച്ച്. യു കെയിലും അങ്ങനെ തന്നെ നമുക്ക് ഓരോ പ്രൊവൈഡേഴ്സാണ് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ യു കെയിൽ ഒരു വ്യത്യാസമുണ്ട്. യു കെയിൽ നമുക്ക് ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്തെടുക്കാം. എല്ലാ ലൈനും എല്ലാം സെയിം തന്നെയാണ്. ഇലക്ട്രിസിറ്റി വരുന്നതും പോകുന്നതും എല്ലാം സെയിം തന്നെയാണ്. നമുക്കറിയില്ല ഇതിൽ കൂടെ വരുന്നു പോകുന്നത്. ഇലക്ട്രിസിറ്റി നമുക്ക് ലഭിക്കുന്നത് ഏത് പ്രൊവൈഡർ എടുത്താലും സെയിം ലൈനിൽ കൂടെ തന്നെ ആയിരിക്കും നമുക്ക് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത്. പക്ഷേ ഈ പ്രൊവൈഡേഴ്സ് തമ്മിൽ അവരുടെ ഇലക്ട്രിസിറ്റിയുടെ ചാർജിൽ വ്യത്യാസങ്ങളുണ്ട്. അന്നേരം നമ്മൾക്ക് ഇഷ്ടമുള്ള പ്രൊവൈഡറെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. യു കെയിൽ ധാരാളം ഇലക്ട്രിസിറ്റി പ്രൊവൈഡേഴ്സ് ഉണ്ട്. അന്നേരം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്രയാണ് നമ്മളുടെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് നോക്കുക. അതിനുശേഷം ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, കമ്പയർ ദ മാർക്കറ്റ്, യൂസിച്ച്, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. നമുക്ക് അതിനകത്ത് ചെന്ന് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയും കാട്ടി ചീപ്പറായിട്ട് മറ്റേതെങ്കിലും കമ്പനിക്ക് നമുക്ക് തരാൻ സാധിക്കുമോ എന്നുള്ളത്. അന്നേരം അങ്ങനെയുള്ള ഓപ്ഷൻസ് നോക്കുക. അങ്ങനെ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി കുറഞ്ഞ റേറ്റിൽ ഏതെങ്കിലും കമ്പനിക്ക് തരാൻ സാധിക്കുമെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് സ്വിച്ച് ചെയ്യാനുള്ള പ്രോസസ്സ് വളരെ ഈസിയാണ്. ജസ്റ്റ് ഓൺലൈൻ വഴി നമ്മൾ സ്വിച്ചിങ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മളുടെ കമ്പനിയിൽ നിന്ന് മാറി അവരുടെ കമ്പനിയിലോട്ട്, നമ്മൾ പുതിയതായിട്ട് സെലക്ട് ചെയ്ത കമ്പനിയിലോട്ട് മാറും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ സ്വിച്ചിനുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പുതിയ പ്രൊവൈഡറിലോട്ട് മാറുകയും ആ പുതിയ പ്രൊവൈഡറുടെ റേറ്റ് അനുസരിച്ച് മാത്രം നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് ആവുകയുള്ളൂ. അന്നേരം നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡറെ മാറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ എക്സിറ്റ് ഫീസ്, അങ്ങനെയുള്ള അഡീഷണൽ ചാർജുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. അന്നേരം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിസിറ്റി ബില്ലാണ്. ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ വീടുകളിലെ ഇലക്ട്രിസിറ്റി ഉപയോഗം കുറയ്ക്കാനുള്ള ശ്രമം നടത്തുക. പ്രത്യേകിച്ച് അനാവശ്യമായി യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കുറയ്ക്കാനുള്ള ശ്രമം നടത്തിയാൽ തന്നെ നമുക്ക് നല്ലതുപോലെ ലാഭിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇലക്ട്രിക് കാറുകൾ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് കാർ താരിഫുകൾ പ്രത്യേകം തരുന്നുണ്ട് ഓരോ പ്രൊവൈഡേഴ്സും. അത് മിക്കവാറും തരുന്നത് നൈറ്റ് ടൈം നമുക്ക് വളരെ തുച്ഛമായ പ്രൈസിൽ നമുക്ക് അവർ ഇലക്ട്രിസിറ്റി തരും. അന്നേരം അങ്ങനെയുള്ള താരിഫുകളൊക്കെ സെലക്ട് ചെയ്ത് എടുക്കാൻ നോക്കുക. ഇത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ബില്ല് വാട്ടർ ബില്ലാണ്. വാട്ടർ ബില്ല് നമുക്ക് ഒരു പ്രൊവൈഡർ മാത്രമാണ് നമുക്ക് വാട്ടർ ബില്ല് തരുന്നത്. അന്നേരം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്കിപ്പോൾ ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ യൂസേജ് അനുസരിച്ചാണ് അവർ ചാർജ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ മീറ്റർ റീഡിങ് കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് അതൊക്കെ അവരുടെ റെക്കോർഡിൽ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പോൾ നമ്മൾ 2 അഡൾട്ട്സും 2 കിഡ്സും ആണെങ്കിൽ അത് തന്നെയാണ് അവരുടെ റെക്കോർഡിൽ ഉള്ളതെന്നുള്ളത് ഉറപ്പുവരുത്തുക. അവർ മീറ്റർ റീഡിങ് സാധാരണ എടുക്കാറില്ല, അവരൊരു ആവറേജ് വെച്ചാണ് നമുക്ക് ബില്ല് തരുന്നത്. അന്നേരം നമ്മൾ മീറ്റർ റീഡിങ് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ബില്ല് എല്ലാ മാസവും കിട്ടും. ഇങ്ങനെ കിട്ടിയാലുള്ള ഗുണം നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ എക്സ്ട്രാ ബില്ല് അടയ്ക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ കുറച്ച് ബില്ലാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് പൈസ കിട്ടും. അന്നേരം അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മാസം ഒരു ഫിക്സഡ് എമൗണ്ട് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അന്നേരം വാട്ടർ ബില്ല് നമുക്ക് ഒരൊറ്റ പ്രൊവൈഡറേ ഉള്ളൂ, അത് പ്രത്യേകം ഒന്ന് ഓർക്കുക. ഒരേ സ്ഥലത്തും ഒരേ പ്രൊവൈഡേഴ്സാണ്. അടുത്തത് ബ്രോഡ്ബാൻഡ് ആണ്.
നമുക്കറിയാമല്ലോ ബ്രോഡ്ബാൻഡ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, ബ്രോഡ്ബാൻഡും ഫോണുകളും. ഇവിടെ ധാരാളം ബ്രോഡ്ബാൻഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അന്നേരം നമ്മളുടെ ഏരിയയിൽ നമ്മൾക്ക് ഏറ്റവും ലാഭകരമായി കിട്ടുന്നത് ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കുക. അതിനും വിവിധ വെബ്സൈറ്റുകളുണ്ട്, അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അന്നേരം ആ വെബ്സൈറ്റ് ലിങ്കുകളിൽ പോയി നമ്മളുടെ ഏരിയ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് വിവിധ പ്രൊവൈഡേഴ്സിനെ കാണിക്കും. ആ പ്രൊവൈഡേഴ്സിൽ നിന്ന് നമുക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ നോക്കുക. ഇവിടെ ലാഭകരമായിട്ടുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമായ സ്പീഡ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം പ്രൊവൈഡറെ സെലക്ട് ചെയ്യുക. നമ്മളൊരു പ്രൊവൈഡറെ സെലക്ട് ചെയ്തത് നമുക്ക് അവിടെ റേഞ്ച് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സ്പീഡ് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് എടുത്തിട്ട് കാര്യമില്ല. അന്നേരം അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രം ബ്രോഡ്ബാൻഡ് കണക്ഷനും ഫോൺ കണക്ഷനും ഒക്കെ എടുക്കാനുള്ള ശ്രമം നടത്തുക. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ചിലവ് കൗൺസിൽ ടാക്സ് ആണ്. ഈ കൗൺസിൽ ടാക്സ് ഒരു ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ബാൻഡ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ചിലപ്പോൾ ചില വീടുകളുടെ ബാൻഡ് തെറ്റായിട്ട് കിടക്കും, നമ്മൾ കൂടുതൽ പൈസ അടച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ വീട്ടിലെ ബാൻഡ് തന്നെയാണ് തൊട്ടടുത്ത നമ്മുടെ പോലുള്ള സെയിം വീടിൻ്റെ ബാൻഡ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കൗൺസിലിനെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് ബാൻഡിലോട്ട് അവർ മാറ്റിത്തരും. അന്നേരം നമുക്കത് റീഫണ്ട് പൈസയൊക്കെ കിട്ടും. അന്നേരം നമ്മുടെ കൗൺസിൽ ടാക്സ് ബാൻഡ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് കാർ ഇൻഷുറൻസ്. നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും കാർ കാണും, എല്ലാ വീടുകളിലും കാർ കാണും. നല്ലൊരു തുക നമ്മൾ ഇൻഷുറൻസിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്, കാറിൻ്റെ ഇൻഷുറൻസിന് വേണ്ടി. അന്നേരം ഈ കാറിൻ്റെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എടുക്കാൻ നോക്കുക. അവിടെയും നമ്മൾ എപ്പോഴും അങ്ങ് റിന്യൂ ചെയ്യാതെ, അതായത് സെയിം പ്രൊവൈഡറിൻ്റെ അടുത്ത് റിന്യൂ ചെയ്യാതെ നമ്മൾ പുതിയ ഓപ്ഷൻസ് നോക്കുക. അതായത് പുതിയ പ്രൊവൈഡേഴ്സ് എത്ര റേറ്റിന് നമുക്ക് തരാൻ സാധിക്കും എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനും കമ്പയർ ദ മാർക്കറ്റ് പോലുള്ള വെബ്സൈറ്റുകളുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വിവിധ വിവിധ കമ്പനികളുടെ റേറ്റുകൾ കാണും. അന്നേരം അതിനകത്ത് നമ്മൾക്ക് ആവശ്യമായ ഓപ്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടുകയാണെങ്കിൽ എല്ലാ വർഷവും മാറ്റാനുള്ള ശ്രമം നടത്തുക. അതല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ തന്നെ തുടരുകയാണെങ്കിൽ അവരെ വിളിച്ച് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് കുറച്ച് തരും. അന്നേരം കാർ ഇൻഷുറൻസിലും നമുക്ക് നല്ലതുപോലെ പൈസ സേവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ അതിനുവേണ്ടിയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് മലയാളികളുടെ കാര്യത്തിൽ, നമ്മളിപ്പോൾ ഒരു ഷിഫ്റ്റിന് വേണ്ടി പോകും, 100 പൗണ്ടോ അല്ലെങ്കിൽ 80 പൗണ്ട് കിട്ടും എന്നുള്ളെങ്കിൽ പക്ഷേ ആ ഒരു ദിവസം നിനക്കിട്ട് നമ്മൾ വീട്ടിലിരുന്നാൽ ചിലപ്പോൾ അതിനേക്കാട്ട് കൂടുതൽ പൈസ നമുക്ക് ലാഭിക്കാനുള്ള കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഇങ്ങനെയുള്ള കോളുകൾ ചെയ്ത് ഇൻഷുറൻസ് തുക കുറയ്ക്കുക, ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒറ്റ ദിവസം വീട്ടിൽ ഇരുന്നതുകൊണ്ട് നമുക്ക് 200-300 പൗണ്ടൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം ഇതിനുവേണ്ടിയൊക്കെയുള്ള ശ്രമം നമ്മൾ നടത്തണം. നമുക്ക് ഇങ്ങനെയൊക്കെ പൈസ സേവ് ചെയ്യാനുള്ള അവസരങ്ങൾ UK യിലുണ്ട്. അന്നേരം അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ വീടിൻ്റെ ബിൽഡിംഗ് ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസുകൾ സാധാരണ എല്ലാവരും അത് ഒരേ വർഷമാകുമ്പോൾ ഓട്ടോമാറ്റിക് റിന്യൂവിന് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം അവിടെയും നമ്മൾ ചെക്ക് ചെയ്യുക, അവിടെ നമ്മളുടെ ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആണോ, നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അവരെ വിളിച്ച് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് റേറ്റ് കുറച്ച് തരാറുണ്ട് എപ്പോഴും. അതുകൊണ്ട് അത് എപ്പോഴും ചെയ്യുക, അതൊരിക്കലും മറക്കരുത്. അന്നേരം നമ്മുടെ വീട്ടിലെ ബില്ലുകളെല്ലാം തന്നെ നമുക്ക് ഫോൺ ബില്ല്, ബ്രോഡ്ബാൻഡുകൾ, ഇൻഷുറൻസുകൾ, ഇതൊക്കെ നമ്മുടെ പ്രൊവൈഡറെ വിളിച്ചാൽ നമുക്ക് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്ത് കുറഞ്ഞ റേറ്റിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. അന്നേരം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചിലവ് നമ്മുടെ ഷോപ്പിംഗ് തന്നെയാണ്. അന്നേരം ഈ ഷോപ്പിങ്ങിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഏഷ്യൻ സാധനങ്ങൾ വേണമെങ്കിൽ മലയാളി കടകളിലേക്ക് തന്നെയാണ് പോകുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പലപ്പോഴും നമ്മളുടെ മലയാളി കടയിൽ കിട്ടുന്ന അതേ സാധനം അതിൽ വില കുറച്ച് ടെസ്കോ, സെയിൻസ്ബറി പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ അസ്ഡയിലൊക്കെ ഒരുപാട് ഏഷ്യൻ സാധനങ്ങളാണ് വരുന്നത്. പ്രത്യേക സെഷൻ തന്നെ അവർ ഏഷ്യൻ സാധനങ്ങൾക്ക് വേണ്ടിയുണ്ട്. ടെസ്കോയിലുണ്ട്, സെയിൻസ്ബറിയിലുണ്ട്. അങ്ങനെ എല്ലാ കടകളും ഇപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് ഏഷ്യൻ സാധനങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി മത്സരിക്കുകയാണ്. അന്നേരം നമ്മൾ ഏഷ്യൻ കടകളിൽ പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ പോയി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതേ സാധനത്തിന് മറ്റ് കടകളിലുള്ള വിലയും കൂടെ ഒന്ന് തിരക്കി നോക്കി അത് അവിടുന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഐസ്ലാൻഡ് പോലുള്ള കടകളിൽ ട്യൂണ വരുന്നുണ്ട്. നല്ല അടിപൊളിയാണ് ട്യൂണ, നല്ല ഫ്രോസൺ ട്യൂണയാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നല്ല വില കുറച്ച് ഐസ്ലാൻഡിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അന്നേരം അതൊക്കെ ഒന്ന് പരിഗണിക്കുക നമ്മൾ ഏഷ്യൻ കടകളിൽ നിന്ന് മാത്രം വാങ്ങിക്കുമ്പോൾ. അങ്ങനെയൊക്കെ നമുക്ക് പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ടെസ്കോ, സെയിൻസ്ബറി ഇവർക്കെല്ലാം അവരുടെ കാർഡുകളുണ്ട്, അവരുടെ ലോയൽറ്റി കാർഡുകളുണ്ട്. അതായത് അവിടെ നമ്മൾ കൂടുതൽ ആ കാർഡുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മണി ബാക്ക് സ്കീമുകൾ കിട്ടുന്നത്. അന്നേരം അതുമൊക്കെ നമ്മൾ യൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് മക്ഡൊണാൾഡ്സിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ മക്ഡൊണാൾഡ്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. KFC, സബ്വേ ഇവർക്കെല്ലാം ആപ്പുകളുണ്ട്. അവരുടെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ സേവിങ്സ് അതിനകത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മക്ഡൊണാൾഡ്സിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് ആ ആപ്പ് ഉണ്ടെങ്കിൽ ഒരുപാട് പൈസ ഒരു മാസം സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം തിരഞ്ഞെടുക്കുക. ഇതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ ഓഫേഴ്സ് ഉള്ള ഷോപ്പുകളെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് കാർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ചില ബാങ്ക് കാർഡുകളുണ്ട് നമുക്ക് 1%, 2% മണി ബാക്ക് ഗ്യാരണ്ടി തരുന്നത്. അന്നേരം അങ്ങനെയുള്ള ഓഫറുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഷോപ്പിങ്ങിന് ചെയ്യുന്നതിനെല്ലാം തന്നെ ചേസിൻ്റെ കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടും.
അതുപോലെ തന്നെ ടെസ്കോയുടെ കാർഡ് ഉണ്ടെങ്കിൽ ടെസ്കോയുടെ ഷോപ്പിങ്ങിന് അവർക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. സെയിൻസ്ബറിയുടെ കാർഡ് യൂസ് ചെയ്യുമ്പോൾ സെയിൻസ്ബറിയിൽ നിന്ന് ക്യാഷ് ബാക്ക് ഉണ്ട്. അങ്ങനെയുള്ള കാർഡുകളൊക്കെ യൂസ് ചെയ്യുക. അന്നേരം ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ വിചാരിക്കും 1p 2p എന്നൊക്കെയാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. പക്ഷേ ഇതൊരുമിച്ച് കൂട്ടി ഒരു മാസത്തേക്കായിട്ട് വരുമ്പോൾ നല്ലൊരു തുക നമുക്ക് അതിനകത്ത് നിന്ന് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ 40-50 പൗണ്ട് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ 50 പൗണ്ടൊക്കെ നമുക്ക് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് 600 പൗണ്ട് അങ്ങനെ വരും. അന്നേരം അങ്ങനെയൊക്കെ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡല്ല, നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും ക്യാഷ് ബാക്ക് ഉള്ള ഡെബിറ്റ് കാർഡുകൾ യൂസ് ചെയ്യാൻ നോക്കുക. കഴിയുന്നതും ക്യാഷ് ബാക്ക് ഉള്ള ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എപ്പോഴും എയർലൈൻ ടിക്കറ്റുകളൊക്കെ എടുക്കുമ്പോൾ നല്ലത്. അന്നേരം അതുമൊക്കെ പരിഗണിക്കുക. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കുക. പിന്നെ നിങ്ങളിപ്പോൾ ബാങ്ക് കാർഡുകൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ബാങ്കുകൾ യൂസ് ചെയ്യുമ്പോൾ ബാങ്കുകൾ വഴി നമുക്ക് പൈസ സേവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അത് ഒരുപാട് ഓഫറുകൾ ബാങ്കുകൾ തരുന്നുണ്ട്. ഒരേ കാർഡ് യൂസ് ചെയ്യുന്നതിന് 2 ഡയറക്റ്റ് ഡെബിറ്റ് ഉണ്ടെങ്കിൽ 2 പൗണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ലോഗിൻ ചെയ്യുന്നതിന് 2 പൗണ്ട്, അങ്ങനെയൊക്കെ തരുന്ന ഓഫറുകളുണ്ട്. ഇപ്പോൾ നാറ്റ്വെസ്റ്റിൻ്റെ അക്കൗണ്ടുകളൊക്കെ ഉണ്ട്, അങ്ങനെ റിവാർഡ് അക്കൗണ്ടുകൾ. നമുക്ക് അത് യൂസ് ചെയ്യുന്നതനുസരിച്ച് പൈസ കിട്ടുന്നത്. എനിക്കിപ്പോൾ 5-10 പൗണ്ട് എല്ലാ മാസവും നാറ്റ്വെസ്റ്റ് ബാങ്കിൽ നിന്ന് കിട്ടാറുണ്ട്. നമ്മൾ അവിടുന്ന് ഡയറക്റ്റ് ഡെബിറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സറ്റാൻഡർ ബാങ്കിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ മാസവും 5-10 പൗണ്ട് അവർ ലഭിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മളുടെ മന്ത്ലി ബില്ലുകളെല്ലാം ഇങ്ങനെ 1% ക്യാഷ് ബാക്ക് ഉള്ള അക്കൗണ്ടുകൾ വഴി പേ ചെയ്യാനുള്ള ശ്രമം നടത്തുക. അന്നേരം നമുക്ക് അവർ 1% ക്യാഷ് ബാക്ക് തരുന്നതായിരിക്കും. അന്നേരം ഇതൊക്കെ ഒരു വരുമാനമായിട്ട് മാറും. അന്നേരം നമുക്ക് നമ്മുടെ അടിസ്ഥാന ശമ്പളം കൂടാതെ തന്നെ സേവിങ്സിലൂടെ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു വൻ ചിലവെന്ന് പറഞ്ഞാൽ നമ്മൾ റെൻറ്റിന് താമസിക്കുന്ന വീടിൻ്റെ ചിലവ് തന്നെയാണ്. റെൻറ്റിന് താമസിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ പൈസ കൊടുക്കുന്നത് വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ റെൻറ്റിനാണ് ഇപ്പോഴും താമസിക്കുന്നതെങ്കിൽ നിങ്ങളൊരു പെർമനൻ്റ് ആയിട്ടൊരു വീട് മേടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. കാരണം നമുക്കൊരു വീട് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും പൈസ അടയ്ക്കേണ്ടി വരും. പക്ഷേ അതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നിശ്ചിത ശതമാനം മാത്രമേ പലിശയായിട്ട് പോവുകയുള്ളൂ. അന്നേരം നമുക്കത് എല്ലാ മാസവും കൊടുക്കുന്നത്, ഇപ്പോൾ റെൻറ്റ് 800 പൗണ്ട് കൊടുത്താൽ അത് അതേപോലെ പോകും. പക്ഷേ നമ്മളൊരു മോർഗേജിൻ്റെ മന്ത്ലി അടവ് 800 പൗണ്ട് കൊടുക്കുമ്പോൾ പലിശ കഴിഞ്ഞ് ചിലപ്പോൾ 200-300 പൗണ്ട് നമുക്ക് നമ്മളുടെ കടത്തിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു അസറ്റായിട്ട് തന്നെ വരും. അതുപോലെ തന്നെ UK-യിലെ വീടുകളുടെ വില ഇപ്പോൾ ഒരേ മാസം കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും നമുക്കൊരു നിശ്ചിത തുക നമ്മുടെ വീട്ടിൽ നിന്ന് കൂടുമ്പോൾ അതും ഒരു അസറ്റായിട്ട് മാറും. ഇപ്പോൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഇതുവരെ വീടിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. UK-യിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണ്, നിങ്ങൾ ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പോലും ഒരു വീട് മേടിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കും. ഇനി നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോയാൽ പോലും ഈ വീട് ഇവിടെ ഒരു വാടകയ്ക്ക് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അന്നേരം അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി അതിൻ്റെ ഒരു വാടക നാട്ടിൽ ലഭിക്കുന്നതാണ്. അന്നേരം അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് പുതിയതായിട്ട് വീട് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും കൊടുക്കാം. നമുക്ക് ഇമെയിൽ ചെയ്താൽ നമുക്ക് അതിന് വേണ്ട സഹായം നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അന്നേരം ഒരു വീട് മേടിക്കുന്നതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.